ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ അന്നപ്രാശനം എങ്ങനെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അന്നപ്രാശനം എന്നാൽ ചോറൂണ് എന്ന് മലയാളത്തിൽ പറയും. അന്നപ്രാശനം എന്ന് സംസ്കൃതത്തിലാണ്, പക്ഷേ കൊങ്ങിണിയിൽ ഇതിനെ ബർസോ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ നാമകരണത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതിലെ ചടങ്ങിനെ പറ്റി പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് ഇതിലെ പൂജാകാര്യങ്ങളും. ആദിത്യാദി നവഗ്രഹ പൂജനവും ഹോമവുമാണ് ഇതിലും പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത്. കാരണം കുഞ്ഞിൻ്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടി എപ്പോഴും നവഗ്രഹങ്ങളുടെ സ്ഥാനം സുസ്ഥാനത്തുണ്ടായിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെയുള്ള എല്ലാ ചടങ്ങിലും നവഗ്രഹ ഹോമവും പൂജയും ചെയ്യുന്നത്. അപ്പോൾ ഈ ബർസോ അല്ലെങ്കിൽ ഈ അന്നപ്രാശനം ചെയ്യുന്നത് 6-ാം മാസത്തിലായിരിക്കണം. ചിലർ 6 നക്ഷത്രങ്ങളാണ് കണക്കാക്കുന്നത്, പക്ഷേ നക്ഷത്രങ്ങളല്ല കണക്കാക്കേണ്ടത്, 6 മാസം തന്നെയാണ്. കാരണം 6 മാസമാകുമ്പോഴേക്കായിരിക്കും ഈ കുഞ്ഞുങ്ങളുടെ ദഹനപ്രക്രിയയും മറ്റും ആരംഭിക്കുന്നത് തന്നെ. അതായത് ലിക്വിഡാണ് ഇത്രയും നാൾ കഴിച്ചുകൊണ്ടിരുന്നത്, ഇനി സോളിഡായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാനായിട്ട് അവരുടെ ബോഡി റെഡിയാകുന്നത് 6 മാസങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ നവഗ്രഹ ഹോമവും പൂജയും ഒക്കെ കഴിഞ്ഞ് മുതിർന്നവർക്കെല്ലാം വെറ്റില കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഈ ബർസോ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഹോമത്തിന് ഉപയോഗിച്ച അതേ അന്നം, അതായത് ചോറ് തന്നെയായിരിക്കും എടുക്കുന്നത്. ഈ ചോറ് മാത്രമായിട്ടല്ല കൊടുക്കുന്നത്. ഈ ചോറിൽ തൈര്, തേൻ, നെയ്യ്, അതുപോലെ പാല്, ഈ 4 അമൃതും കൂടി മിശ്രിതമാക്കിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞിന് ചോറ് കൊടുക്കാൻ തുടങ്ങുന്നത്. ആദ്യം ഒരു കുഞ്ഞിന് ചോറ് കൊടുക്കുമ്പോൾ എപ്പോഴും അമ്മയായിരിക്കും കുഞ്ഞിന് ചോറ് കൊടുക്കുക. കാരണം ബാക്കി എല്ലാ സംസ്കാരങ്ങളും നടത്തുന്നത് അച്ഛനാണെങ്കിലും 2 കാര്യങ്ങൾ, അന്നപ്രാശനവും ഈ കുഞ്ഞിൻ്റെ ഉപനയനം, അതായത് ആൺകുട്ടിയാണ് എങ്കിൽ അവന് ഉപനയനം നടത്തുമ്പോൾ ഭിക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഭിക്ഷ കൊടുക്കുന്നതും അമ്മയായിരിക്കും. അങ്ങനെ അമ്മയുടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് അമ്മ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് അന്നപ്രാശനം, ആദ്യമായിട്ട് കുഞ്ഞിന് ചോറ് കൊടുക്കുക, 2 മാതൃഭിക്ഷ. ഇതുപോലെ ആദ്യത്തെ ഉരുള ചോറ് കൊടുക്കുമ്പോൾ ഒരിക്കലും നേരിട്ട് കൊടുക്കില്ല, കൊണ്ടുവന്ന് പിന്നിലൂടെ കറക്കി പിന്നെയും മുന്നിലോട്ട് കൊണ്ടുവന്നിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇത് കുഞ്ഞിന് ഒരു കാരണവശാലും ചോറിന് മുട്ടുണ്ടാവരുത് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചോറ് കൊടുക്കുന്നതിനെ കൊങ്ങിണിയിൽ ബർസേ ഉണ്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ അന്നപ്രാശനമെല്ലാം കഴിഞ്ഞാൽ മുതിർന്നവരെല്ലാം കുഞ്ഞിൻ്റെ തലയിൽ അക്ഷതമിടും. അന്നപ്രാശന മുഹൂർത്ത സുമുഹൂർത്തമസ്തു എന്നാണ് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞിൻ്റെ അന്നപ്രാശന മുഹൂർത്തം സുമുഹൂർത്തമായിട്ട് ഭവിക്കട്ടെ, അവനെപ്പോഴും അന്നം കിട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ മന്ത്രം തന്നെ. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ആ കുഞ്ഞിനെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ഫലം ഉറപ്പായിട്ടും ഭഗവാൻ തന്നിരിക്കും. അന്നപ്രാശനം കഴിഞ്ഞാൽ നമ്മുടെ ഹോമവും എല്ലാം പര്യവസാനിച്ചതിന് ശേഷം ഈ നവഗ്രഹ ഹവനത്തിൻ്റെ ഭസ്മം രക്ഷയായിട്ട് ധരിക്കും. അപ്പോൾ യജമാനൻ, അതായത് ആരാണോ പൂജയ്ക്കിരിക്കുന്നത് അയാളെ യജമാനൻ എന്നും അയാളുടെ പത്നി യജമാന പത്നിയും പിന്നെ നമ്മുടെ കുഞ്ഞിനുമായിരിക്കും അന്നപ്രാശനം നടത്തുന്നത്. അപ്പോൾ ഇന്ന് അന്നപ്രാശനം നടത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് കുറവങ്കോണം താമസിച്ച് വരുന്ന നമ്മുടെ സച്ചിൻ്റെയും അതിഥിയുടെയും മകനായിട്ടുള്ള ജഗന്നാഥൻ എന്ന ജഗ്ഗുവിൻ്റെയാണ്. അങ്ങനെ എല്ലാ ചടങ്ങുകൾക്ക് ശേഷവും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ വിളക്ക് ആരതിയായിട്ട് കാണിക്കുന്നത്. കാരണം എന്തെങ്കിലും ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവരിൽ നിന്ന് പോകണം. ആ പ്രകാശം എങ്ങനെയാണോ നമുക്ക് വെളിച്ചം തരുന്നത് പോലെ അവരുടെ ജീവിതത്തിലും എല്ലാവിധ പ്രകാശങ്ങളും നന്മകളും ഉണ്ടാവട്ടെ, നമ്മുടെ ജഗ്ഗുവിന് എപ്പോഴും അന്നം കിട്ടുമാറാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ജഗ്ഗുവിന് എല്ലാവിധ ആശംസകളും.